ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വലിയ വ്ളോഗൊന്നുമില്ല കേട്ടോ. ഇന്ന് അങ്ങനത്തെ വ്ളോഗ്സ് ആയിട്ടൊന്നുമില്ല. ഡെയിലി റൂട്ടീൻസൊക്കെ തന്നെയാണ്. ഞാനിപ്പോൾ കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിന്നൊരു ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചെറുപയറിൻ്റെ കറി. അപ്പോൾ ഞാൻ തലേ ദിവസം യൂഷ്വലി നിങ്ങളെങ്ങനെയാണ് ചെറുപയറിൻ്റെ കറി ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു രീതിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. തലേ ദിവസം ഞാൻ ചെറുപയർ കുതിർത്തി വെച്ചിട്ട് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്തിട്ട് നമ്മളത് കുക്കറിലിട്ടിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനത് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മഞ്ഞളും മുളകും ഉപ്പും പിന്നെ ഉള്ളിയും ഇടും കേട്ടോ ഇതിൻ്റെ അകത്തേക്ക്. എന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുക. പിന്നെ ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ജീരകം ആണ് കേട്ടോ ഇതിൽ അരയ്ക്കാനെടുക്കുക. അപ്പോൾ ഇത് ഞാൻ വിത്ത് ജീരകമാണ് അരയ്ക്കുക. അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം തേങ്ങ അരച്ച് വെച്ചതാട്ടോ ഇത് ഞാൻ അരച്ച് വെച്ച തേങ്ങയാണ്. അപ്പോൾ ജീരകം വിത്ത് അരച്ചാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ജീരകം. ഇനി അറിയാത്തവർക്കൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജീരകമാണ്. ഇനി ആ ജീരകം എല്ലാം കൂടി നമ്മൾ അതായത് ഉണ്ടാക്കി വേവിച്ച് വെച്ച് ചെറുപയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേറൊന്നും വേണ്ട, ഇത് മാത്രം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇതും കൂട്ടാട്ടോ. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും എടുക്കാം. ഞാനിതാ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഞാൻ സ്ഥിരമായിട്ട് ആക്കി വെക്കുന്ന ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ആ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണ്, അത് വേണ്ടവർക്ക് എടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതാണ് ഇതിലേക്ക് ഇടുക. നല്ലോണം ഇളക്കുക. എന്നിട്ടൊന്ന് സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഇതൊന്ന് ഒറ്റ അടിക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറുപയറിൻ്റെ കറി റെഡിയായി. ഇനി അതൊന്ന് താളിച്ചാൽ മതി. അപ്പം എൻ്റെ ചെറുപയറിൻ്റെ കറി ആട്ടോ അത്. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമ്മളൊന്ന് ഇതിനെ താളിച്ചെടുക്കണം. അപ്പം അത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമ്മളത് അതിന് വേണ്ടിയിട്ടുള്ള ഇതെടുക്കാൻ ചീഞ്ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മതി. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് എൻ്റെ നല്ലോണം പുകഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് സിമ്മിലിട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ കടുക് നല്ലോണം ഇതായിട്ടുണ്ട്, ചൂടായിട്ട്. അപ്പം കുറച്ച് കടുകും പിന്നെ കരിവേപ്പിലയും പിന്നെ നമ്മളിതുണ്ടല്ലോ ചുവന്ന മുളകും അതും കൂടി ഒന്ന് ഇടുക. അത് ഓഫ് ചെയ്തിട്ട് ഇട്ടാൽ മതി കേട്ടോ. ചുവന്ന മുളക് സാധാരണ പൊട്ടിത്തെറിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിടുക. എന്നിട്ട് അതിനകത്തേക്ക് കടുകും മറ്റേ കരിവേപ്പിലയും ഇതും ഇടുക കേട്ടോ. അപ്പോൾ അത് സെറ്റായി. ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ നമ്മൾ വറവിട്ടാൽ ഇളക്കരുതെന്നൊക്കെ പറയും. പക്ഷെ ഇളക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ ചെറുപയർ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇതാണ് ചെറുപയർ കറി. അത് എൻ്റെ സ്റ്റൈലിലുള്ള ചെറുപയർ കറി. ഇനി നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു സ്റ്റൈലാണിത്. സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. തേങ്ങ അരച്ചിട്ടിട്ടുള്ള ചെറുപയർ കറിയാണ്. ചിലർ തേങ്ങ അരയ്ക്കാതുള്ള ചെറുപയർ കറിയും ഉണ്ട്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് തേങ്ങ അരയ്ക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറുപയർ കറി. അപ്പോൾ ചെറുപയർ കറി റെഡിയായി. ഇനി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ പറമ്പ് പോയ സമയത്ത് അവിടെ കുറച്ച് മാങ്ങ വീണെടുക്കുന്നുണ്ടായിരുന്നു. നാട്ടുമാങ്ങ കേട്ടോ ഇത് നല്ല അടിപൊളി സ്മെല്ലാണ്. വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് ഇതിന്. അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു മാമ്പുള്ളി പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ ഒന്ന് പിട്ട് റെഡിയാക്കട്ടെ. ഇനി പിട്ടിനുള്ള പ്രോഗ്രാം തുടങ്ങുകയാണ്. ഈ പിറ്റും കുറ്റിയാട്ടോ എന്നത്. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പിട്ടും കുറ്റിയാണ്. എന്താ വെച്ചാൽ അതിന് കയ്യിലില്ല, മീൻസ് അതിന് കൈ ഉണ്ടാവുമല്ലോ, അങ്ങനെ പിടിക്കുന്ന കൈയൊന്നുമില്ല. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത് ആരും ഇങ്ങനത്തെ ഒന്നും വാങ്ങരുതെന്ന് പറയുന്നത്. വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് പഴയതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നത്. അങ്ങനെ ഞാൻ പിട്ടിനുള്ള കുഴച്ച് വെച്ചു. ഇനിയിപ്പം പിട്ട് അതായത് സാധാരണഗതിയിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് പിട്ടിടാറ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം എന്താ വെച്ചാൽ മോനത് ഇഷ്ടമല്ല. പിട്ടിൽ തേങ്ങ ഇട്ടിട്ട് അവനൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ തേങ്ങ മാറ്റി വെച്ചിട്ട് ഞാൻ അവന് വേണ്ടി മാത്രം ഒന്നോ രണ്ടോ അങ്ങനെ ഉണ്ടാക്കി വെക്കും. ബാക്കിയൊക്കെ ഞാൻ തേങ്ങ ഇട്ടിട്ട് തന്നെ കേട്ടോ.
അങ്ങനെ പിട്ട് റെഡിയാക്കി. അങ്ങനെ പിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3 പിട്ട് കഷ്ണം റെഡിയാക്കി ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അതുമായി. ഇനിയിപ്പോൾ ആ പിട്ട് ഇത് കണ്ടോ, ഇതാണ് എനിക്ക് പിട്ടിന് ഞാനിങ്ങനെ ഒരു തുണി ഇട്ടിട്ട് പിടിക്കേണ്ടി വരുന്നത്. മറ്റേതാകുമ്പോൾ ഹാൻഡിലുണ്ടാവുമല്ലോ, അപ്പം അതുകൊണ്ടൊരു സുഖമായിരുന്നു. പക്ഷെ ഇത് ഒരു സുഖമില്ല. അപ്പോൾ പിട്ടും റെഡി. അപ്പോൾ പിട്ടും ചെറുപയറും കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചോ കഴിഞ്ഞ ശേഷം എൻ്റെ ടീൻ്റെ ടൈം തുടങ്ങി. അപ്പോൾ ഞാൻ അവിൽ കുഴച്ചതാട്ടോ. അവിൽ കുഴച്ചത് നിങ്ങളെ സൈഡിലേക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഞങ്ങളത് അവിൽ കുഴച്ചത് ചായക്കുള്ള പാല് റെഡിയാക്കി ചായപ്പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിൽ കുഴച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിലും ശർക്കരയും തേങ്ങയും ഇനി ഏലക്കായ് വേണം, ഏലക്കായ് എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് റെഡിയാക്കിയാണ്. ഇതുണ്ടോ ചായക്ക് പൊന്തി വന്നുണ്ടോ? ഇതിങ്ങനെ പൊന്തി വരുന്ന സമയത്ത് സാധാരണഗതി നമ്മൾ ഊതിയാൽ മതി കേട്ടോ. അല്ലാതെ എന്നിട്ട് സിമ്മാക്കിയിട്ട് ഇതായിട്ടുണ്ടെങ്കിലാണ് ചായക്ക്. മറ്റേത് ചിലരെന്താ വെച്ചാൽ വേഗം അത് ഓഫ് ചെയ്താളും. ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഊതിയാൽ മതി, അല്ലെങ്കിൽ സ്പൂണിട്ടൊന്ന് ഇളക്കിയാൽ മതി. അപ്പം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചായ നല്ല നമ്മളെ അടിപൊളി ചായ ആയിട്ട് വരും. അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to. അത്രയ്ക്കേ എടുത്തുള്ളൂ. അതിനിടയിൽ മാങ്ങ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾ മുളകും പിന്നെ ഒരു പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതും കൂടി അടുപ്പത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് സോട്ട് ചെയ്ത് എടുക്കണം, അതായത് തിളച്ച് അതൊന്ന് വെന്ത് വരണം. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയൊന്ന് അരച്ച്, അപ്പോൾ ഞാനത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് വെന്ത് വന്നപ്പോൾ ഞാൻ തേങ്ങേൻ്റെ അരപ്പ് അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് നല്ലോണം ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് കുറച്ച് നേരം അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അതൊന്ന് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് തിളയ്ക്കണം കേട്ടോ. അത് തിളച്ച് കഴിഞ്ഞ സമയത്താണ് നമ്മൾ തൈരൊന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഒരു കപ്പ് തൈര് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആ തൈരൊന്ന് അധികം നേരം തൈര് തിളപ്പിക്കാൻ വെക്കരുത് കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ തൈര് ഒരു വേറെ ആയിട്ട് വരും. അപ്പോൾ അതും നമ്മൾ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ താളിക്കാൻ വേണ്ടിയിട്ട് ചീൻചട്ടി എടുത്ത് വെക്കുക. അപ്പോൾ താളിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ വെളിച്ചെണ്ണ, ചെറിയുള്ളി, ചുവന്ന മുളകും കറിവേപ്പിലയും കൂടിയാണ് താളിക്കാൻ വേണ്ടി എടുക്കുക. കടുകും ഉലുവ വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ കടുകിട്ട് ഇനി ഉലുവ ഇടും. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിയും മുളകും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉള്ളി ഒന്ന് ലേശം വെന്ത് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയായി. അപ്പോൾ നമുക്ക് താളിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി താളിച്ച് റെഡിയാക്കിയിട്ട് ഞാൻ ഇതോടൊക്കെ എൻ്റെ വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. മാക്സിമം ഞാൻ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൂടുതൽ നിങ്ങൾക്ക് വരിക എൻ്റെ സൈഡിൽ നിന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസൊക്കെ വരുമ്പോൾ ഞാൻ അതും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് താളിക്കാൻ അതിലിട്ടുണ്ട്. അപ്പം അടുത്ത വ്ളോഗ് അപ്പോൾ ഞാനിത് അടുത്ത വ്ളോഗിലേക്ക് വേറെ എന്തെങ്കിലും പുതിയ ഐറ്റംസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിട്ടുണ്ട്. ഇത് എൻ്റെ സ്റ്റൈലിലെ മാമ്പഴ പുളിശ്ശേരി കേട്ടോ. ഞാൻ ചെറിയ യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഈ പുളിശ്ശേരി ഉണ്ടാക്കിയത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സ്റ്റൈൽ തന്നെയാണ്, വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു പുളിശ്ശേരി. അപ്പം കാണുന്നവരെ ഓക്കെ ദെൻ ബൈ, സി യു, ടേക്ക്